കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇഡലിക്കും ദോശയ്ക്കും നമുക്കൊക്കെ ചട്നിയൊക്കെ അരയ്ക്കണമെങ്കിൽ തേങ്ങ വേണമല്ലോ. അപ്പോൾ തേങ്ങയൊന്നും ഇല്ലാത്ത സമയത്ത് വളരെ പെട്ടെന്ന് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചട്നി നമുക്ക് അരയ്ക്കാം കേട്ടോ. ചട്നി ചമ്മന്തി ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം. അടിപൊളി ടേസ്റ്റാണ്, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച്, പിന്നെ ചെറിയൊരു പീസ് സവാള, അതുപോലെ തന്നെ വറ്റൽമുളക് 5 എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഉഴുന്ന്, വെളുത്തുള്ളി, പിന്നെ പുളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് വറ്റൽമുളകൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് ഇട്ട ശേഷം കണ്ടു തുടങ്ങുക. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു തുള്ളി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടത് ഉഴുന്നാണ്. അപ്പോൾ തീ വളരെ കുറച്ച് വെക്കുക കേട്ടോ. കരിയാതെ നമ്മളിതൊന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ കളറൊന്ന് ബ്രൗൺ കളറാവുമല്ലോ, ആ സമയം വരെ ഒന്ന് വറുത്തെടുക്കാനുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിതൊന്ന് കോരി മാറ്റി വെക്കണം. കാരണം ബാക്കിയുള്ളതും കൂടി ഇടുമ്പോൾ ഇത് നന്നായിട്ട് കരിയാൻ പാടില്ല. കരിയാൻ ടേസ്റ്റ് മാറിപ്പോവുമല്ലോ. അപ്പോൾ ഇതിനൊന്ന് കോരി മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതൊന്ന് കോരി വേറെ മാറ്റി വെച്ച ശേഷം നമ്മൾ അടുത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഇതേപോലെ കീറേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് തൊലി പൊളിച്ചെടുത്താൽ മതി. നമുക്ക് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒന്ന് മൂത്ത് കിട്ടണം. ഒരു ചെറിയൊരു കളർ മാറുന്ന ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ വളരെ കുറച്ച് എണ്ണ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് എണ്ണ വേണ്ട ആവശ്യമില്ല. കാരണം നമുക്കിതൊന്ന് താളിക്കാനുണ്ട്. അതുകൊണ്ട് കുറച്ച് എണ്ണയിൽ നമുക്ക് മൂപ്പിച്ചെടുക്കാം. ആ കളർ മാറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തീ എന്തായാലും നമ്മൾ സിമ്മിൽ തന്നെ ഇടണം. വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. നമ്മൾ അതൊന്ന് മൂത്ത് വരുമ്പോൾ ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വഴറ്റിയിട്ട് നമ്മൾ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇതൊക്കെ കൂട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഒരുപാട് ബ്രൗൺ കളറായി കിട്ടുമൊന്നും ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറി ഒന്ന് വഴന്നെട്ടിയാൽ മതി. നമുക്ക് മിക്സിയിലൊന്ന് അരയ്ക്കാനാണല്ലോ. അപ്പോൾ ഒരുപാട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആറാൻ വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഉഴുന്ന് മാറ്റി വെച്ചതും കൂടി അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആറിയതിന് ശേഷം ഇതൊന്ന് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഫസ്റ്റ് ഇത് വെള്ളം ചേർക്കാതെ തന്നെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് വെള്ളം പോലെ ആക്കും വേണ്ട, എന്നാൽ ഒരുപാട് കട്ടിയും വേണ്ട. ആ ഒരു ലെവലിലേക്ക് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളമൊക്കെ ചേർത്ത് നന്നായി ഇതേപോലെ അരച്ച് തരാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇത്രയും ലൂസാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചമ്മന്തി സാധാ ഉണ്ടാക്കുമ്പോൾ ഇതിനേക്കാൾ കട്ടി ഉണ്ടാവും ചിലതൊക്കെ. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ട് നമ്മൾ പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു താളിപ്പും കൂടിയായ സംഭവം അടിപൊളിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ വഴറ്റിയ ചീനച്ചട്ടി ഉണ്ടല്ലോ, അതിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വളരെ കുറച്ച് എണ്ണ മാത്രം മതിയാവും കേട്ടോ. നമ്മൾ നേരത്തെ വഴറ്റിയിട്ടാണല്ലോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ളി എണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഒരു നുള്ളി കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു നുള്ളി ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉഴുന്ന് ഇടയിൽ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ അരയ്ക്കുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിന് പുറമേ നമ്മൾ ഉഴുന്ന് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇടയിൽ ഇങ്ങനെ കടിക്കാൻ. പിന്നെ ഒരു വറ്റൽമുളക് ഇതേപോലെ കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും. അപ്പോൾ നമ്മുടെ താളിപ്പ് ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ചട്നി ചമ്മന്തി അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം, അതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തേങ്ങയൊന്നും ഇല്ലാത്ത സമയത്ത് ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. തേങ്ങാ ചട്നി പിന്നെ അതിൻ്റെ ആവശ്യം വരില്ല. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എടുക്കുകയാണെങ്കിൽ കൂടുതൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നല്ല ചൊടിയുള്ള ചട്നിയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.